പ്രിയപ്പെട്ട റോയ് പാസ്റ്റർ നമ്മളോടൊപ്പം ജോയിൻ ചെയ്തിട്ടുണ്ട്. പാസ്റ്ററെ വെൽക്കം ചെയ്യുകയാണ്. വെൽക്കം പാസ്റ്റർ. പ്രൈസ് ലോർഡ്. പ്രൈസ് ലോർഡ്. ഒത്തിരി സന്തോഷമുണ്ട് പാസ്റ്ററെ. നമുക്ക് ഒന്നിച്ച് പിന്നെയും ഈ ഒരു സെഷൻ ഒന്നിച്ചിരിക്കുവാൻ വേണ്ടി കർത്താവ് നമ്മളെ സഹായിച്ചുവല്ലോ. എവിടെ നിന്ന് തുടങ്ങണം? നമുക്ക് നേരെ ചരിത്രത്തിലേക്ക് പോകാം അല്ലേ? നേരെ ചരിത്രത്തിലേക്ക് പോകാം. കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ പ്രേക്ഷകരോട് ഒരു വാക്ക് പറഞ്ഞിരുന്നു. അതായത് എന്താണ് ഈ ഒരു പാലസ്തീൻ കോൺഫ്ലിക്റ്റിന്റെ യഥാർത്ഥ ചരിത്രമെന്ന് അറിയണമെങ്കിൽ അങ്ങ് ഉൽപ്പത്തികളുടെ പുസ്തകത്തിലേക്ക് നമുക്ക് പിന്നെയും പോകേണ്ടി വരും. പലപ്പോഴും പലർക്കും അത് അറിയില്ല. പലരുടെയും ചിന്ത ഈ പാലസ്തീൻ പ്രശ്നത്തിന്റെ തുടക്കം ഇസ്രായേൽ എന്ന രാഷ്ട്രത്തിന്റെ സ്ഥാപനമാണെന്ന പലരുടെയും. ഇസ്രായേൽ എന്ന രാഷ്ട്രം ഉണ്ടായതുകൊണ്ട് ഒരു പ്രശ്നമുണ്ടായി എന്ന് ചിന്തിക്കുന്നവരാണ് കൂടുതലുമുള്ളത്. പക്ഷെ അവിടെയൊന്നുമല്ല ഈ പ്രശ്നത്തിന്റെ തുടക്കമെന്നാണ് വേദപുസ്തകം നമുക്ക് മനസ്സിലാക്കി തരുന്നത്. അപ്പോൾ ആ ഒരു ചരിത്രത്തിലൂടെ നമ്മളൊന്ന് പോവുക. പാസ്റ്റർക്കും പറയാം കേട്ടോ, എന്റെ ഒരു വീക്ഷണത്തെ കുറിച്ച് അഭിപ്രായങ്ങൾ പറയാം. തീർച്ചയായിട്ടും പാസ്റ്ററെ, നമ്മളുടെ ഒരിക്കൽ കൂടെ ആസാദി ചാനലിലുള്ള എല്ലാ പ്രേക്ഷകരെയും ഒരിക്കൽ കൂടെ യേശു കർത്താവിന്റെ നാമത്തിൽ വന്ദനം ചെയ്യുന്നു. പ്രിയ ഫിന്നി പാസ്റ്ററോട് എല്ലാവരോടും കർത്താവിന്റെ നാമത്തിലുള്ള ഒരിക്കൽ കൂടെ ഉള്ള നന്ദി അറിയിക്കുക. നമ്മൾ ഇസ്രയേലിന്റെ ചരിത്രം പഠിച്ചു തുടങ്ങിയാണ് നമ്മൾ ആരംഭിച്ചത്. ഇസ്രയേലിന്റെ ഇന്ന് നടക്കുന്ന 2023 ഒക്ടോബർ 7 തുടങ്ങിയ ആ യുദ്ധം, അതിനെക്കുറിച്ചാണ് നമ്മൾ തന്നെയല്ല, പല സെക്യുലർ മീഡിയയും പലരും അനേകർ സംസാരിച്ച് തുടങ്ങിയതെങ്കിൽ പോലും ഈ യുദ്ധം 2023 തുടങ്ങിയ ഒരു യുദ്ധമല്ല. യഥാർത്ഥത്തിൽ 1948 മെയ് മാസം 14 ഇസ്രയേൽ എന്ന് പറഞ്ഞ ഒരു രാജ്യം ജനിച്ചു വീഴുന്നത്. ആ ജനിച്ചു വീണു മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ യുദ്ധം തുടങ്ങി ആ രാജ്യത്തോട്. യഥാർത്ഥത്തിൽ അവിടെയുമല്ല യുദ്ധം തുടങ്ങുന്നത്. 1948 അവർക്ക് ഇൻഡിപെൻഡൻസ് കിട്ടി. അതിന് ഇൻഫദ വാർ എന്നാ പറയുന്നത്. 1948 മെയ് മാസം 15 തൊട്ട് തുടങ്ങിയ യുദ്ധം കഴിയുന്നത് 49. യഥാർത്ഥത്തിൽ അവിടെയുമല്ല അതിന്റെ റൂട്ട്. ഇനിയും ഒരു യുദ്ധത്തിന്റെ വലിയൊരു ലിസ്റ്റ് ഉണ്ട്. നമുക്കത് ആ ലിസ്റ്റുകളൊക്കെ നിങ്ങളോട് കാണിച്ചിട്ടൊക്കെ മുൻപോട്ട് വരുമ്പോൾ അതൊക്കെ പറയണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ആ യുദ്ധത്തിന്റെ തുടക്കം ഒന്നും ഇവിടെ കൊണ്ട് തീരുന്നതല്ല. യഥാർത്ഥത്തിൽ ആ യുദ്ധത്തിന്റെ തുടക്കം അബ്രഹാമിന്റെ കാലം തൊട്ട് ദൈവത്തിന്റെ വാഗ്ദത്തമുള്ള ജനത്തോടുള്ള ശത്രുവിന്റെ വൈരാഗ്യ ബുദ്ധിയാണ്. അതിനകത്ത് ഏത് കാലത്തും ആ കുരുക്കിൽ, ആ കരുവിൽ പോയി വീണ അതത് തലമുറയിൽ ഒത്തിരി മനുഷ്യരുണ്ടായിരുന്നു. അപ്പൊ അബ്രഹാമിനെ വാഗ്ദത്തത്തിലേക്ക് വിളിച്ചുകൊണ്ട് ഇറക്കിക്കൊണ്ട് വരുമ്പോൾ അവിടം തൊട്ട് വാഗ്ദത്തമുള്ള ജനത്തിന്, അബ്രഹാമിന് ഉള്ള പ്രശ്നങ്ങൾ അവിടം തൊട്ട് തുടങ്ങുന്നതാണ്. നമ്മള് പഠിച്ചു വന്ന കൂട്ടത്തിൽ അബ്രഹാമിന്റെ ചരിത്രം തൊട്ടല്ല നമ്മൾ പഠിച്ചു വന്നത്. ഇസ്രയേൽ എന്ന് പറഞ്ഞ ഒരു രാജ്യസ്ഥാപനം ദൈവത്തിന്റെ നിത്യതയിലുള്ള ഒരു പദ്ധതി ആയിരുന്നു. അല്ലെങ്കിൽ നമ്മൾ ആദം തൊട്ട് പഠിച്ചു വന്നു. ആദാമിൽ കൂടെ ദൈവം ഭൂമിയെ മൊത്തം വാഴുവാൻ ആഗ്രഹിച്ചു. ഭൂമിയിൽ ദൈവത്തിന്റെ ഒരു കോളനി ആക്കാൻ, അല്ലെങ്കിൽ ദൈവത്തിന്റെ ഒരു റിപ്ലിക്കേറ്റ്, ദൈവത്തിന് സ്വർഗത്തിന്റെ പോലെ തന്നെ ഉള്ള ഒരു സ്ഥലമാക്കി മാറ്റിയെടുക്കാനൊക്കെ ദൈവത്തിന്റെ പദ്ധതിയായിരുന്നു. ആദാം വീണു, നമ്മളത് ചിന്തിച്ചു. അത് കഴിഞ്ഞ് നോഹയുടെ കാലം വന്നു. നോഹയും പരാജയപ്പെട്ടു. പക്ഷെ നോഹയുടെ കാലശേഷം പിന്നീട് ഷേമിന്റെ തലമുറയിൽ നിന്നുകൊണ്ട് ദൈവം അബ്രഹാമിനെ വിളിച്ച ചരിത്രങ്ങളൊക്കെ നമ്മൾ കണ്ടു. യഥാർത്ഥത്തിൽ പറയാമെങ്കിൽ ഇതൊരു മാനുഷിക പൊളിറ്റിക്കൽ യുദ്ധമല്ല. അതാണ് എൻ്റെ ഒബ്സർവേഷൻ എന്നല്ല, ബൈബിൾ പഠിക്കുന്ന സകലവരും പറയുന്നത് വേർഡ് ഇപ്രകാരം: ദിസ് ഇസ് നോട്ട് എ പൊളിറ്റിക്കൽ വാർ, ഇതൊരു സ്പിരിച്വൽ വാറാണ്. ഇത് സ്പിരിച്വൽ വാറാന്നുള്ളതിന് ഒത്തിരി തെളിവുകൾ ബൈബിളിൽ കാണും. നമ്മൾ അതിലോട്ടൊക്കെയാണ് വരുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട് ആ പർട്ടിക്കുലർ ഡേ നടക്കുന്നത് നമ്മൾ തുടർന്നുള്ള ക്ലാസ്സുകളെല്ലാം പഠിച്ചു വരുമ്പോൾ എന്തുകൊണ്ട് ഒക്ടോബർ 7 യുദ്ധം തുടങ്ങി, അല്ലെങ്കിൽ യോങ്കിപ്പൂർ വാർ എന്തുകൊണ്ട് അന്ന് തുടങ്ങി, ഇങ്ങനെയൊക്കെയുള്ള ഒത്തിരി കാര്യങ്ങൾ. യോങ്കിപ്പൂർ എന്നിട്ടേക്കുന്ന വാറിന്റെ ഒരു പേരാ, ഒരു ഫീസ്റ്റ് ഓഫ് യോങ്കിപ്പൂർ എന്ന് നടന്നൊരു വാർ. ഇതൊക്കെ പർട്ടിക്കുലർ ഡേയിൽ എവിടെ നിന്ന് ട്രിഗർ ചെയ്യും എന്നോട്ട് തൊട്ട് തുടങ്ങിയുള്ള കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ അബ്രഹാമിന്റെ ചരിത്രങ്ങളെല്ലാം കണ്ടു. ഇസ്മായിലിലേക്ക് വന്നായിരുന്നു.
യഥാർത്ഥത്തിൽ ഫിലിപ്പാസ് അന്ന് പറഞ്ഞായിരുന്നു, ഇസ്മായേലിനെ അവിടെ വന്നത് തന്നെ ജനിച്ചു വീണത് തന്നെ ഒരു ദൈവത്തിന്റെ പദ്ധതി അല്ലായിരുന്നു എന്ന് വേണേൽ നമുക്ക് പറയാം. ദൈവത്തിന്റെ പദ്ധതി അല്ലായിരുന്നു. കാരണം അതിന്റെ അല്പം കൂടെ പുറകിൽ നിന്ന് പഠിച്ചു നോക്കിയാൽ, ഈജിപ്റ്റ് എന്ന് പറഞ്ഞ സ്ഥലത്തെ കുറിച്ച് പഠിച്ചാൽ അവിടെ ഒരു ഡിപ്രഷൻ, ഒരു റിജക്റ്റഡ്, അങ്ങനെ ഒരു തള്ളപ്പെട്ട അങ്ങനെ ഒരു സ്ഥലമായിരുന്നു അന്നത്തെ കാലത്ത് ഒരു ഈജിപ്റ്റ് എന്ന് പറഞ്ഞ സ്ഥലം. ഈ സ്ഥലത്തേക്ക് ഇറങ്ങിപ്പോകാൻ ഒരിക്കലും ദൈവത്തിന്റെ നിയോഗം ഇല്ലാത്തിടത്തേക്ക് അബ്രഹാം ഇറങ്ങിപ്പോയി. ഇറങ്ങിപ്പോയത് നിമിത്തമാണ് സാറായിയെ തട്ടിക്കൊണ്ട് പോകേണ്ടി വന്നതും അവിടുന്ന് കിട്ടുന്ന, ഫിലിപ്പാസ് അത് ഓൾറെഡി പറഞ്ഞായിരുന്നു, അന്ന് ആടുമാടുകളെയും കഴുതകളെയും സമ്പത്തിനെയും ഒക്കെ കൊടുത്ത് പ്രതിശാന്തി ചെയ്ത കൂട്ടത്തിൽ അബ്രഹാമിന് ഈജിപ്തിൽ നിന്ന് കിട്ടിയതാണ് ഈ ഒരു ഹാഗറിനെ കൂടി. ഇറങ്ങിപ്പോകല്ലെന്ന് പറഞ്ഞെടുത്ത് അബ്രഹാം പോയതാണ്. ഇറങ്ങിപ്പോകല്ലെന്ന് പറഞ്ഞെടുത്ത് അവിടെ നിന്ന് വന്നു. മറ്റൊരു ചരിത്രവും കൂടെ ഞാൻ കേട്ടേക്കുന്നത്, എപ്പോഴും അന്നത്തെ കാലത്തെ അവരുടെ ട്രഡീഷണലി, ബൈബിളിൽ അങ്ങനെ കാണാനില്ല, അവരുടെ ട്രഡീഷണൽ ഉള്ള ഒരു കാര്യമാണ്, എല്ലാ കല്യാണത്തിന്റെ അന്നും ഓരോ ദാസിമാരെ കൊടുക്കും. ഭാര്യ അല്ലെങ്കിൽ കല്യാണം കഴിക്കുന്ന വ്യക്തിയോട് ദാസിമാരെ കൊടുക്കും. യാക്കോബിന്റെ ചരിത്രത്തിൽ ഇത് കാണാമല്ലോ. അതെ, റേച്ചലിനും രണ്ടുപേർക്ക് ദാസിമാരെ കിട്ടി. ഈ ദാസിമാരെ ഇവർക്ക് 10 വർഷം, ഇത് ഞാൻ പറഞ്ഞ ബൈബിളിന്റെ ചരിത്രത്തിലല്ല, ഇത് വെളിയിൽ നിന്നുള്ള ചരിത്രത്തിൽ നിന്ന് 10 വർഷം ഒരാൾക്ക് ആ ഭാര്യയിൽ നിന്ന് കുഞ്ഞുങ്ങൾ ഉണ്ടായില്ലെങ്കിൽ ആ ഭാര്യയ്ക്ക് അവളുടെ ദാസിയെ കൊടുക്കാം. അവിടെ ഉണ്ടായിരുന്ന ആ ഒരു നിയമമാണ് ഈ സാറായി ഉപയോഗിക്കുന്നത്. എന്റെ ദാസിയിൽ കൂടെ കുഞ്ഞ് ജനിക്കട്ടെ, അത് എന്റെ മടിയിൽ ജനിക്കട്ടെ, അത് എന്റെ കുഞ്ഞായി തീരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട്. പക്ഷെ ദൈവം പറഞ്ഞ വാഗ്ദത്തത്തെ സംശയിച്ചതായത് ഈ പ്രശ്നം. ദൈവം പറഞ്ഞ വാഗ്ദത്തത്തെ അവിശ്വസിച്ചതാ പ്രശ്നം. പക്ഷെ പിന്നീട് ദൈവം വാഗ്ദത്തം നിറവേറ്റി കഴിഞ്ഞപ്പോൾ ഇത് ചെയ്തത് ഒരു കുറ്റബോധമായി തീരുകയും അബദ്ധമായി തീരുകയും പ്രശ്നമായി തീരുകയും ചെയ്തു. അവസാനം ദൈവത്തിന്റെ പദ്ധതി ആയിരുന്നതുകൊണ്ട് സാറായിൽ കൂടെ മാറേണ്ടി വന്നു, ഹാഗർ പോകേണ്ടി വന്നു, അല്ലെ ഇസ്മായിൽ പോകേണ്ടി വന്നു. പക്ഷെ അബ്രഹാമിന്റെ സന്തതി ആയിരുന്നത് കൊണ്ട് യഥാർത്ഥത്തിൽ ഹാഗറിനോട് ദൈവം വീണ്ടും ഒരു വേർഡ് പറയുന്നുണ്ട്. ഹാഗർ പ്രഗ്നന്റ് ആയിരിക്കുമ്പോൾ തന്നെ ഹാഗർ പ്രശ്നങ്ങൾ നിമിത്തം ഇറങ്ങിപ്പോകുന്നുണ്ട്. ഇറങ്ങിപ്പോയി മരുഭൂമിയിൽ കൂടെ ഉഴലുമ്പോൾ എന്നെ കാണുന്നവൻ എന്നെ കണ്ടോ, ആ വേർഡിന് വരെ എൽ റോയി എന്നാ, എന്നെ കാണുന്നവൻ ഇവിടെയും എന്നെ കണ്ടോ എന്ന് ദൈവം പറയുന്നുണ്ട്. നീ പോയി അബ്രഹാമിന്റെ ഭാര്യയായ, അഡ്രസ് കേട്ടോണേ, അബ്രഹാമിന്റെ ഭാര്യയായ സാറായിയുടെ ദാസിയായ ഹാഗാറെ, നീ എവിടെ നിന്ന് വരുന്നു, എവിടേക്ക് പോകുന്നു? അപ്പൊ ദൈവത്തിന്റെ അഡ്രസ്സിന്റെ വിളി കേട്ടോ. ഈ പുള്ളിക്കാരി ഭാര്യയാന്ന് പറഞ്ഞ ഓട്ടവാ. പക്ഷെ അങ്ങനല്ല ദൈവം അഡ്രസ് ചെയ്യുന്നത്. ദൈവം അഡ്രസ് ചെയ്യുന്നത് അബ്രഹാമിന്റെ ഭാര്യയായ സാറായിയുടെ ദാസിയായ ഹാഗാറെ, നീ എവിടെ നിന്ന് വരുന്നു, എവിടെ വരെ പോകും? നീ പോയി അവിടെ പോയി അടങ്ങി പാർക്കാം, നിന്നെയും ഞാൻ വലിയൊരു ദാസിയാക്കാം, വലിയൊരു ജനമാക്കാം, ജാതിയാക്കാം. പക്ഷെ അവിടെ പറയുന്നത് ആ ജാതി എന്നുള്ള വാഗ്ദത്തം ഹാഗറിന്റെ നിമിത്തം കിട്ടിയതല്ല, അബ്രഹാമിന്റെ നിമിത്തം കിട്ടിയതാണ്. അബ്രഹാമിന് ദൈവത്തോടുള്ള ആ ഒരു നീതി നിമിത്തം, ദൈവനീതി നിമിത്തം അല്ലെങ്കിൽ ദൈവത്തിന്റെ വിശ്വസ്തത നിമിത്തം അബ്രഹാമിന്റെ സന്തതിക്ക് കിട്ടിയതാണ്. പക്ഷേ ഇതിനെ നേരെ പൈശാചിക മണ്ഡലം ഇതിനെതിരെ പിന്നീട് തിരിക്കുകയും ചെയ്തു. അങ്ങനെ ഇസ്മായേൽ പിന്നെ ജനിച്ചതിന് ശേഷം തിരിച്ചു വീണ്ടും സാറായി അബ്രഹാം സാറായി കൂടെ പറഞ്ഞു വിടുന്ന സമയത്ത് വീണ്ടും മരുഭൂമിയിൽ വരികയും അവിടെ പറയുന്നുണ്ട് അവനൊരു കാട്ട് കഴുതയെപ്പോലൊരു മനുഷ്യനായിരുന്നു. അവൻ അവിടെ അങ്ങനെ ജീവിച്ചു. അങ്ങനെ ആ ഇസ്മായേലിയ വംശങ്ങൾ അവിടെ വന്നെങ്കിൽ പോലും പിന്നെയും നമുക്ക് കാണാം, എനിക്ക് തോന്നുന്നു ഉൽപ്പത്തി പുസ്തകം 25-ാം അധ്യായത്തിലാണെന്ന് തോന്നുന്നു കാണാം, അബ്രഹാമിന് ഇസ്മായേൽ എന്ന് പറഞ്ഞ സന്തതി അല്ലാതെ സാറായിയുടെ മരണശേഷം വീണ്ടും സന്തതികളെ ജനിച്ചു. ഉൽപ്പത്തി പുസ്തകം 25-ാം അധ്യായത്തിൽ അബ്രഹാം വേറൊരു ഭാര്യയെ പരിഗ്രഹിച്ചു. അവൾക്ക് കെതൂറ എന്നു പേർ. അവൾ സിമ്രാൻ, യൊക്ഷാൻ, മേഥാൻ, മിഥ്യാൻ, യശ്ബാഖ്, ഷൂവഹ് എന്നിവരെ പ്രസവിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത ഒരു കൂട്ടം ജാതികളുടെ പേര് കൂടെ കേൾക്കാം. ഇതിനകത്ത് നമുക്ക് ഈ AD 600 കാണുന്ന ആ ഒരു വംശജരെ ഒത്തിരിയും പേരാണ്, അല്ലെങ്കിൽ AD 600
മുഹമ്മദിന് ശേഷം അല്ലെങ്കിൽ മുഹമ്മദിന്റെ കാലഘട്ടങ്ങളിൽ കാണുന്ന ആ ജാതി തന്നെയാണ് ഇതെന്നുള്ളതിന് നമുക്ക് പല തെളിവുകൾ അവിടെ ഇവിടെ പറയാമെങ്കിലും അന്നുണ്ടായിരുന്ന മതം ഇതല്ലായിരുന്നു. അന്നുണ്ടായിരുന്ന അബ്രഹാമിന്റെ സന്തതികൾ എങ്ങനെയായിരുന്നു എന്നുള്ളതിന്റെ വേറെ ചില തെളിവുകളാണ് കിട്ടുന്നത്. അവരെല്ലാം പാപത്തിൽ പോകുന്നതും ഇവരൊക്കെ പല രീതികളിൽ മ്ലേച്ഛതയിലേക്ക് പോകുന്നതുമായിട്ടാണ് അവിടുന്ന് കാണാൻ വേണ്ടി പറ്റുന്നത്. AD 606 600 കാണുന്ന 6ാം നൂറ്റാണ്ടിൽ കാണുന്ന ആ വൈരാഗ്യം, അതിനുശേഷമുള്ള വൈരാഗ്യമല്ല അന്നുണ്ടായിരുന്നത്. പക്ഷെ ഇതെല്ലാം പിന്നീട് പൈശാചിക മണ്ഡലം ഇസ്രയേൽ എന്ന് പറഞ്ഞ വാഗ്ദത്ത സന്തതിക്ക് നേരെ തിരിച്ചുവിടുന്നതാണ്. പക്ഷെ ഇതിനകത്ത് പറയാനുള്ള ഏക മെസ്സേജ് ഇതാ. ഈ ബൈബിളിൽ അബ്രഹാമിനോട് പറയുന്ന ഒരു വേർഡ് ഉണ്ട്, നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും. ഉൽപ്പത്തി പുസ്തകം 12ാം അധ്യായത്തിൽ നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും. ഞാൻ ആ വേർഡുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഉദാഹരണം കൂടെ പറഞ്ഞിട്ട് ഞാൻ ഫിലിപ്പാസ്റ്ററുടെ കയ്യിലോട്ട് തരാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. ഫിലിപ്പാസ്റ്റർ, അബ്രഹാമിന്റെ മീതെ ഉണ്ടായിരുന്ന അനുഗ്രഹം ദൈവത്തിന്റെ അനുഗ്രഹം. നീ ഒരു അനുഗ്രഹമായിരിക്കും. യഥാർത്ഥത്തിൽ അബ്രഹാമിന്റെ സന്തതിക്കുള്ള ആ അനുഗ്രഹത്തിന്റെ കൂട്ടത്തിലുള്ള അനുഗ്രഹമാണ് അബ്രഹാമിന്റെ മക്കൾക്കെല്ലാം വന്നിരിക്കുന്നത്. ഒരു ഉദാഹരണം, അബ്രഹാമിനോട് കണക്റ്റഡ് ആയ ലോത്ത്, സഹോദരപുത്രനായ ലോത്തിന്റെ ആടുമാടുകളും വർദ്ധിച്ചു, അബ്രഹാമിന്റെ ആടുമാടുകളും വർദ്ധിച്ചു. ഒരിക്കൽ ഇടയന്മാര് തമ്മിൽ പ്രശ്നം ഉണ്ടാക്കുമ്പം അബ്രഹാം പറഞ്ഞു, ദേശം നമ്മുടെ മുമ്പിൽ കിടക്കുന്നു, നമ്മൾ തമ്മിൽ സഹോദരപുത്രന്മാർ എന്തിനാ വഴക്കുണ്ടാക്കുന്നേ? നീ വലത്തോട്ടെങ്കിൽ ഞാൻ ഇടത്തോട്ട് പൊക്കോളാം, നീ ഇടത്തോട്ടെങ്കിൽ ഞാൻ വലത്തോട്ട് പൊക്കോളാം. യഥാർത്ഥത്തിൽ നമ്മുടെ ഇന്നത്തെ ബുദ്ധി ചിന്തിച്ചാൽ അബ്രഹാം ചെയ്തത് ഏറ്റവും വലിയൊരു മണ്ടത്തരമാണ്. കാരണം അബ്രഹാം സീനിയോറിറ്റി വെച്ചുകൊണ്ട് അബ്രഹാം പറയേണ്ടത്, ഞാൻ ഈ സ്ഥലം എടുക്കുക, നീ വേറെ എങ്ങോട്ടെങ്കിലും പൊക്കോളാൻ, നീ ഉപദ്രവിക്കാൻ വരാതെ എങ്ങോട്ടെങ്കിലും പൊക്കാൻ ഇന്ന് ഒരു യുക്തിപരമായിട്ട് ചിന്തിച്ച് അങ്ങനെ പറയേണ്ടത്. പക്ഷെ അബ്രഹാം ആ സഹോദരപുത്രന് ആദ്യത്തെ ചാൻസ് കൊടുത്തു. ഇതിനകത്ത് കിടക്കുന്ന ഏറ്റവും വലിയൊരു കാര്യം, അബ്രഹാം ദൈവത്തിന്റെ വാക്കിനെ ആഴമായി വിശ്വസിച്ചു. അബ്രഹാമിനോട് ദൈവം ഉൽപ്പത്തി 12 പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാനൊരു അനുഗ്രഹമാണ്, നീ ഒരു അനുഗ്രഹമായിരിക്കും. അപ്പം ഈ പുള്ളി പച്ചപ്പും നീർത്തോടും തോടുകളും എല്ലാം തെരഞ്ഞെടുത്തോണ്ട്, ആടുകൾക്ക് പറ്റിയതാന്ന് തെരഞ്ഞെടുത്തോണ്ട് ഈ പുള്ളി അങ്ങ് പോയി. പക്ഷേ അബ്രഹാം നേരെ ഓപ്പോസിറ്റാ പോയത്. പിന്നീട് കാണാം, ഈ പച്ചപ്പ് ലോത്തിനെ വളർത്തിയില്ല, ഈ നീർത്തോടും തോടുകളും ഒന്നും ലോത്തിനെ വളർത്തിയില്ല. ലോത്ത് നേരെ ചാടി സോദോം ഗൊമോറയെ ചാടി. സോദോം ഗൊമോറയെ ചാടിയതിനു ശേഷം പിന്നെ ലോത്തിനെ കാണുന്നത്, എന്റെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്ക് ആടുമില്ല, നമ്മുടെ മലയാള ഭാഷയിൽ പറഞ്ഞ രോമവും ഇല്ല, അല്ലേ? പട്ടണവാതിക്കെ പോയിരുന്ന് കളി പറഞ്ഞുകൊണ്ടിരിക്കുക. കാരണം ജോലിയുള്ളവൻ ഇത് ചെയ്യാൻ പോകും. കാരണം അബ്രഹാമിനെ വിട്ടുപിരിഞ്ഞതോടുകൂടെ, അബ്രഹാമിന്റെ വാഗ്ദത്തത്തിന് കണക്ഷൻ വിട്ടതോടുകൂടെ ഈ പുള്ളി പോയി ജഡീകമായ അല്ലെങ്കിൽ പൈശാചിക പ്രവൃത്തിയിൽ, ശക്തിയിൽ പോയി പെട്ടു. പിശാചിനെ ഉപയോഗിക്കാൻ തുടങ്ങി. ഇവൻ ലോത്ത് ജീവൻ രക്ഷപ്പെടുന്നത് പോലും ലോത്തിന്റെ നീതി കൊണ്ടല്ല. ബൈബിൾ എഴുതിയേക്കുന്നത് വലഞ്ഞുപോയ നീതിമാനെന്നാ. ലോത്ത് നീതിമാനല്ല, ലോത്ത് വലഞ്ഞുപോയ നീതിമാനാണ്. കർത്താവ് ചോദിക്കുന്നുണ്ട്, ഒരു നീതിമാനെ അവിടെ കാണിച്ചു തന്നാൽ ഞാൻ ആ പട്ടണത്തെ രക്ഷിക്കാം. അപ്പൊ ലോത്തിനെ പോലും കാണിക്കാനില്ല, ലോത്തിനെ പോലും ഇവിടെ കാണിക്കാനില്ല. ഇതുപോലെ പക്ഷെ അബ്രഹാം വളർന്ന് സമ്പന്നനായി. ഇതെപ്പോഴും ഓർത്തോണം, ഒരു വ്യക്തിയുടെ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ ദേശമോ മണ്ണോ കൃഷിയോ ഓഫീസോ ബിസിനസ്സോ അല്ല ഒരു വ്യക്തിയുടെ അനുഗ്രഹം. നമ്മൾ ഇന്ന് അത് അനുഗ്രഹമായിട്ട് ചിന്തിക്കുന്നുണ്ടെങ്കിൽ പോലും ബൈബിളിൽ അബ്രഹാമിന്റെ ചരിത്രം പഠിക്കുമ്പോൾ കാണാം, നിന്നാൽ സകലവും അനുഗ്രഹിക്കപ്പെടും. ഭൂമി നിമിത്തം നീ അനുഗ്രഹിക്കപ്പെടുകയല്ല, നിന്നാൽ ഭൂമി അനുഗ്രഹിക്കപ്പെടും, നിന്നാൽ കൃഷി അനുഗ്രഹിക്കപ്പെടും, നിന്നാൽ ബിസിനസ് അനുഗ്രഹിക്കപ്പെടും, നിന്നാൽ ആടുകൾ വർദ്ധിക്കും. അല്ല, ആടുകൾ വർദ്ധിക്കുന്നത് കൊണ്ടല്ല നീ അനുഗ്രഹിക്കപ്പെടുന്നത്, ആടുകളുടെ ബേസിലല്ല. പക്ഷേ ഇത് ഒരൊറ്റ ചരിത്രം പഠിച്ചാൽ കാണാം, അബ്രഹാമിനെ വിട്ടുപിരിഞ്ഞതൊക്കെ, വാഗ്ദത്തത്തെ വിട്ടുപിരിഞ്ഞതൊക്കെ എവിടെയെങ്കിലും ശത്രുവിന്റെ കൈകളിൽ ചെന്ന് പെട്ടിട്ടുണ്ട്. പിശാച് അവരെയാണ് തിരിച്ചേക്കുന്നത്, അവരെ തിരിച്ചു. കാരണം പിശാചിന്റെ എപ്പോഴത്തെ പ്രവർത്തികളും, പിശാച് ഡയറക്റ്റ് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ഈ കൊമ്പും അല്ലെങ്കിൽ കറുത്ത ഡ്രസ്സും, നമ്മുടെ ഇന്നത്തെ ഭാഷ ഒരു പല്ലൊക്കെ വെച്ചോണ്ട് ആരുടെയെങ്കിലും നേരെ യുദ്ധത്തിന് പോകുന്നത് കണ്ടിട്ടുണ്ടോ? എന്നും അവൻ ഉപയോഗിക്കുന്നത് ഒന്നുകിൽ മനുഷ്യനെ വേണം, ഇല്ലെങ്കിൽ മൃഗങ്ങളെ വേണം. കാരണം അവനൊരു ശരീരം വേണം. അങ്ങനെയാണ് പിശാച് ഉപയോഗിക്കുന്നത്. പല മനുഷ്യരും, സത്യമറിയാത്ത മനുഷ്യരും പലരും വാഗ്ദത്തമുള്ള അബ്രഹാമിന്റെ സന്തതിക്കെതിരെ അവരുടെ നേരെ തിരിഞ്ഞ് ഇന്ന് അവരെ ഉന്മൂലനാശം ചെയ്യാൻ,
അവര് പറയുന്ന സ്ലോഗനൊക്കെ അങ്ങനെ, വാഷ്ഡ് ഔട്ട് ഫ്രം ദ റിവർ ടു സീ, വാഷ്ഡ് ഔട്ട് ഇസ്രയേൽ. പക്ഷെ അതൊരിക്കലും നടക്കത്തില്ല. കാരണം അവർ യുദ്ധം ചെയ്യുന്നത് മനുഷ്യനോടല്ല, അവർ യുദ്ധം ചെയ്യുന്നത് ദൈവത്തോടാണ്. അതുകൊണ്ട് ഈ യുദ്ധം യഥാർത്ഥത്തിൽ ഒരു പൊളിറ്റിക്കൽ യുദ്ധമല്ല, ഇത് ആത്മമണ്ഡലത്തിലുള്ള ഒരു സ്പിരിച്വൽ വാറാണ്. കാരണം ഇതിന്റെ ഡേറ്റുകൾ മുമ്പോട്ട് വരുമ്പോൾ നമുക്ക് ബിബ്ലിക്കലി കർത്താവ് 1500 വർഷം മുമ്പേ, അല്ലെങ്കിൽ ഇന്നത്തെക്കാട്ടിലും 3500 വർഷം മുമ്പേ, മോശയിൽ കൂടി, ഇന്നത്തെക്കാട്ടിലും 3500 വർഷം മുമ്പേ മോശയ്ക്ക് നിയമം കൊടുത്ത പല കാര്യങ്ങളുടെ അകത്തൂടെ ഇന്ന് സംഭവിക്കുന്ന പല കാര്യങ്ങൾ നമുക്ക് എടുത്തു തരാൻ വേണ്ടി പറ്റും. തുടർന്നുള്ള സെക്ഷനിൽ നമുക്ക് എടുത്തു തരാം. പാസ്റ്റർ എന്ത് പറയുന്നു ഇന്നത്തെ യുദ്ധത്തെ കുറിച്ച്? ഇന്ന് തുടങ്ങിയ വാറാണോ, ഇന്ന് തുടങ്ങിയ എനിമിറ്റി ആണോ, അതോ ഇത് പഴയ തൊട്ടാണെന്നുള്ളതാണോ പാസ്റ്ററുടെ ഒരു അഭിപ്രായം? ഞാനതാ പറഞ്ഞു തുടങ്ങിയത് പാസ്റ്റർ. ഈ ചരിത്രം തുടങ്ങുന്നത് ഇസ്രായേൽ എന്ന രാഷ്ട്രം സ്ഥാപിക്കപ്പെട്ടത് കൊണ്ടല്ല ഈ പ്രശ്നങ്ങൾ. ഇനി മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ഇസ്ലാമുമല്ല പ്രശ്നത്തിന്റെ പിന്നിൽ. ഇസ്ലാമോഹോബിയയുടെ ഒന്നും കാര്യമില്ല. നമ്മുടെ ഈ ക്ലാസ്സുകൾ ഇസ്ലാമോഹോബിയ ഉദ്ദേശിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അതിനെ ജനിപ്പിക്കാൻ വേണ്ടിയുമല്ല. ഇന്ന് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. കാരണം ഈ യുദ്ധങ്ങളും പാലസ്തീൻ പ്രശ്നങ്ങളും ഒക്കെ നടക്കുമ്പോൾ ആളുകൾ കൂടുതൽ ഇസ്ലാമിനെ ഭയപ്പെടുവാൻ കാരണമായി തീരും. അത് നമ്മുടെ കുഴപ്പമില്ല. ഇസ്ലാമോഹോബിയയ്ക്ക് ആ തീക്കകത്ത് എണ്ണ ഒഴിച്ചു കൊടുക്കുന്ന കാര്യമായിട്ട് ഈ കോൺഫ്ലിക്റ്റുകളൊക്കെ കാരണമാകും. എന്നാൽ എനിക്ക് പറയാനുള്ളത്, ഇസ്ലാം ഒരു നിമിത്തമായെന്ന് മാത്രമേ ഉള്ളൂ. ഈ കാലഘട്ടത്തിൽ AD 600-കളിലല്ല ഈ പ്രശ്നം തുടങ്ങിയത്. അതുകൊണ്ട് ഇസ്ലാമും അല്ല പ്രശ്നത്തിന്റെ യഥാർത്ഥ കാരണമെന്ന് നമ്മൾ ഈ പഠനത്തിലൂടെ പ്രേക്ഷകരോട് പറയാം. ഇതിന്റെ യഥാർത്ഥ കാരണം 3500 വർഷങ്ങൾക്ക് മുമ്പ്, പാസ്റ്റർ പറഞ്ഞാലും 3500 വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായ ചരിത്രമാണ്. കഴിഞ്ഞ സൺഡേയിൽ ഞാൻ ചർച്ചിൽ വായിച്ച സങ്കീർത്തനം 83. നമ്മളിപ്പോൾ നടക്കുന്ന ക്ലാസ്സുമായിട്ട് ഒത്തിരി ബന്ധമുള്ള ഒരു സങ്കീർത്തനമാണ്. ഇന്നത്തെ ഇഷ്യൂസ് കണ്ട് എഴുതിയ സങ്കീർത്തനമായിട്ട് നമുക്ക് തോന്നും. ഞാൻ ഇന്നത്തെ 1-2 വചനങ്ങൾ വായിക്കാം. പക്ഷേ ഇന്നത്തെ ഒരു ക്ലാസ്സിൽ നമുക്ക് ഒത്തിരി വചനങ്ങൾ വായിക്കേണ്ടത് ആവശ്യമാണെന്ന് എനിക്ക് തോന്നുന്നു. എങ്കിൽ മാത്രമേ നമ്മൾ ഈ പറയുന്ന ചരിത്രം നമ്മുടെ കണ്ണുകളിലൂടെ, ഒരു സുവിശേഷകന്റെ അല്ലെങ്കിൽ ബൈബിളിന്റെ കണ്ണുകളിലൂടെ കാണുമ്പോൾ എങ്ങനെ പറയാമെന്നുള്ളത് ജനത്തിലേക്ക് എത്തിക്കണമെങ്കിൽ വചനങ്ങൾ വായിക്കണം. 83 സങ്കീർത്തനത്തിന്റെ 3-ാമത്തെ വാക്യം ഇങ്ങനെയാ പറയുന്നത്: അവർ നിന്റെ ജനത്തിന് നേരെ ഉപായം വിചാരിക്കുകയും നിന്റെ ഗുപ്തന്മാരുടെ നേരെ ദുരാലോചന കഴിക്കുകയും ചെയ്യുന്നു. എന്താ ദുരാലോചന? വരുവീൻ, ഇസ്രയേൽ ഒരു ജാതിയായിരിക്കാതെ വണ്ണം നാം അവരെ മുടിച്ചു കളക. എന്താണ് പറയുന്നത്? ആരാണ് പറയുന്നത്? ആസാഫ് എഴുതിയ ഒരു സങ്കീർത്തനം എന്ന തലവാചകം. പക്ഷേ വേദപുസ്തകം പഠിപ്പിക്കുന്നവർ പറയുന്നത് കോരഹ് വംശജരിൽ ആസാഫിന്റെ കുടുംബത്തിൽ ആരോ ഒരാൾ എഴുതി. ആസാഫ് ഡയറക്റ്റ് എഴുതി എന്നാകണമെന്നില്ല. ആ ക്ലാൻ, ആ കുടുംബത്തിൽ ആരോ ഒരാൾ എഴുതി. BC 400-കളിലോ 500-കളിലോ എഴുതിയെന്നാണ് കണക്കാക്കപ്പെടുന്നത്. കാരണം ഇതിനകത്ത് ചരിത്രം അങ്ങനെ, ആ മുന്നോട്ടുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അതാ മനസ്സിലാക്കും. ഇന്നേക്ക് 2400 വർഷങ്ങൾക്ക് മുമ്പേ പറയുന്ന ഒരു വചനമാണ്, നാം ഒരുമിച്ച് അവരെ തകർത്ത് കളയണം. ഇതൊരു ജാതിയായിട്ട് നിൽക്കില്ല. അപ്പോൾ ഇസ്രയേലിനെ തകർക്കാൻ ശ്രമിക്കുന്നത് AD 600-കൾ മുതലല്ല. ഇസ്രയേലിനെ തകർക്കാൻ ശ്രമിക്കുന്നത് 1948-ലെ യുദ്ധങ്ങൾ മുതലല്ല. യുദ്ധങ്ങളുടെ ചരിത്രം നമ്മൾ പിന്നെ പഠിക്കുന്നുണ്ട് കേട്ടോ. പാസ്റ്റർ നിശ്ചയമായിട്ടും പാസ്റ്ററുടെ ഫേവറേറ്റ് സബ്ജക്റ്റ് പാസ്റ്റർ അത് ചെയ്യും. എന്നാൽ ഇന്നൊന്നുമല്ല ഇത് തുടങ്ങിയത്. 2400 വർഷങ്ങൾക്ക് മുമ്പ് കോരഹപുത്രന്മാരിൽ ആസാഫ് എഴുതിയിരിക്കുകയാണ് അവർ ഒരു ജാതിയായി നിലനിൽക്കുന്നത്. എന്നിട്ട് പക്ഷേ എനിക്ക് രസകരമായി തോന്നിയത്, ഇന്ന് 100 ചിലവാന രാജ്യങ്ങൾ നെതന്യാഹുവിനെ അറസ്റ്റ് ചെയ്യാനൊക്കെ കൽപ്പനയൊക്കെ കൊടുക്കുവാനിടയായി. പക്ഷെ ഇത് സങ്കീർത്തനം 83-ല് എഴുതിയിരിക്കുന്നൊന്ന് വായിക്കണമേ. അവർ ഇങ്ങനെ ഐക്യമത്യത്തോടെ ആലോചിച്ചു. പ്രോഫറ്റിക് പവറാണ് വേദപുസ്തകത്തിന്. അവർ ഇങ്ങനെ ഐക്യമത്യത്തോടെ ആലോചിച്ചു. എന്തിനു വേണ്ടി? ഈ ജാതിയുടെ പേര് പോലും മായ്ച്ചു കളവാൻ അവർ ഐക്യമത്യത്തോടെ ആലോചിച്ചു. നിനക്ക് വിരോധമായ സഖ്യത ചെയ്യുന്നു. വലിയ കോൺഫെഡറേഷൻ ഉണ്ടായിക്കൊണ്ടിരിക്കുക. ആരൊക്കെയാ? ഏദോമ്യരും ഇസ്മായില്യ കൂടാരങ്ങളും മോവാബ്യരും ഹഗര്യരും കൂടെ ഗെബാലും അമ്മോനും അമാലേക്കും ഫിലിസ്ത്യ ദേശവും സോർ നിവാസികളും അശൂരും അവരോട് യോജിച്ചു. അവർ ലോത്തിന്റെ മക്കൾക്ക് സഹായമായി തീർന്നു. ചുരുക്കി പറഞ്ഞാൽ ഇന്ന് 120 രാജ്യങ്ങളുള്ളതിൽ ഒട്ടുമുക്കാലിന്റെ കാര്യം വേദോത്സവത്തിൽ 83-ാം സങ്കീർത്തനത്തിൽ 2400 വർഷങ്ങൾക്ക് മുമ്പ് ആസാഫ് പറയുക. ഇതൊരു പ്രവചനമാണ് ശരിക്കും. ഇത് ഭയങ്കര പ്രോഫറ്റിക് ആയിട്ടുള്ള പ്രവചനമാണ്. ഇനി 12-ാമത്തെ വാക്യം,
നാം ദൈവത്തിന്റെ നിവാസങ്ങളെ നമുക്ക് അവകാശമാക്കിക്കൊള്ളുക എന്ന് അവർ പറഞ്ഞുവല്ലോ. ഈ ലാൻഡ് പിടിച്ചെടുക്കും, ഈ കൂടാരങ്ങൾ തിരിച്ചു പിടിക്കുമെന്നാണ് ഇന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ പാലസ്തീന്റെ മണ്ണിൽ ആരെങ്കിലുമൊക്കെ കുടിയേറിയിട്ടുണ്ടെങ്കിൽ ആ കുടിയേറ്റത്തിന്റെ കാരണവും 2000 വർഷങ്ങൾക്ക് മുമ്പേ അല്ല, പിന്നീട് ഓട്ടോമാൻ സാമ്രാജ്യം, അടിമവംശത്തിന്റെ ഒക്കെ കാലത്തൊക്കെ കുടിയേറ്റങ്ങൾ നടന്നു. ആ കുടിയേറ്റങ്ങളിലൊക്കെ പിന്നിലുള്ള ആഗ്രഹം ഈ നിവാസ സ്ഥാനങ്ങൾ, ഇസ്രായേലിന്റെ വാഗ്ദത്ത ഭൂമിയെ തിരിച്ചു പിടിക്കണമെന്നുള്ള ഏതൊക്കെയോ മേഖലയിൽ നിന്നുള്ള ആഗ്രഹം. അത് ചെയ്യുന്ന മനുഷ്യർക്ക് പോലും അത് അറിയത്തില്ല. മുമ്പേ പാസ്റ്റർ പറഞ്ഞല്ലോ, ഇത് സ്പിരിച്വല. ഇത് സ്പിരിച്വലായിട്ട് വിവേചിക്കുന്നവർക്ക് മാത്രമേ ഇതിന്റെ പിന്നിലെ രഹസ്യങ്ങൾ അറിയൂ. അപ്പൊ ഇന്ന് ഈ കോൺഫ്ലിക്റ്റ് നടക്കുന്നതിന് പിന്നിലുള്ള രാഷ്ട്രങ്ങളും ജാതികളും ഏകദേശം ഈ ലിസ്റ്റിൽ പറയുന്നവരാ. ഏദോമ്യര്, അല്ലായെങ്കിൽ ഇസ്മായിലിയ വംശക്കാര്, പിന്നെ ലോത്തിന്റെ മക്കള്. അപ്പൊ ഈ ചരിത്രം മുമ്പേ പാസ്റ്റർ കുറച്ചൊന്ന് ഓടിച്ചു പറഞ്ഞു, അബ്രഹാമുമായിട്ട് വേർവിട്ട് പോയൊരു. അപ്പൊ ഇതിനകത്ത് ഒരു കാര്യം നമുക്ക് വളരെ രസകരമായിട്ട് തോന്നാം. അങ്ങനെ വേർപെട്ട് പോയവരെല്ലാം അന്ന് മുതലേ വൈര്യവും വെച്ചിട്ടുണ്ട്. അന്ന് മുതലേ ഈ പറഞ്ഞ ഇസ്ഹാക്കിനോടുള്ള ഒരു വൈര്യം, ഇസ്മായിൽ പരിഹാസി എന്ന് സാറ കണ്ടെന്ന് ആ വേദോസം പറഞ്ഞു. ഈ പരിഹാസി എന്ന പദം വെറുതെ പരിഹസിക്കുവാന്നോ? അങ്ങനെയല്ല. അതിലൊക്കെ അപ്പുറമായിട്ട് ഒരു ഭയങ്കര അസൂയ, ഭയങ്കര പരിഹാസം, അല്ലെങ്കിൽ ഇസ്മായേൽ ഇസ്ഹാക്കിനെ തുടച്ചു നീക്കണം എന്നുള്ള ഒരു ആഗ്രഹം. ആ ആഗ്രഹം മുതൽ ഇങ്ങോട്ട് ഒരുപക്ഷെ ഇസ്മായിലിന് ഒരു അവസരം കിട്ടിയാൽ ഇസ്ഹാക്കിനെ എന്ത് ചെയ്യാം? അവരെ തുടച്ചു നീക്കാൻ ശ്രമിക്കും. അവിടെയാണ് ദാസിയും മകനെയും പുറത്താക്കുക എന്ന് ദൈവം അബ്രഹാമിന് നിർദ്ദേശം കൊടുക്കുന്നത്. അത് പുതിയ നിയമത്തിൽ വരുമ്പോൾ വാഗ്ദത്തവും വാഗ്ദത്തം ഇല്ലാത്തതും ഒന്നിച്ചു വളരാൻ പറ്റത്തില്ല. കാരണം വാഗ്ദത്തം ഇല്ലാത്തത്, ജഡികമായത്, വാഗ്ദത്തങ്ങളെ ശ്വാസം മുട്ടിച്ചു കൊല്ലാൻ ശ്രമിക്കുമെന്ന്. അതുകൊണ്ടാണ് പൗലോസിന്റെ റെവലേഷൻ വരുന്നത്. അപ്പം ഒത്തിരി കാര്യങ്ങൾ, ഈ പറഞ്ഞ വചനങ്ങൾ, ഒത്തിരി വചനങ്ങൾ ഇങ്ങനെ ചേർത്ത് വെക്കുക. പാസ്റ്റർ മുമ്പ് മെൻഷൻ ചെയ്തതാണെങ്കിലും 1-2 വാക്യങ്ങൾ വായിക്കണം എന്ന് എനിക്ക് തോന്നുന്നു പാസ്റ്ററെ. അതിലൊരു വാക്യം ഈ പറഞ്ഞ ഉൽപ്പത്തി പുസ്തകം 16-ാം അധ്യായത്തിലെ വാക്യമാണ്. ഇസ്മായിലിനെ കുറിച്ച് ദൈവം ഹാഗാറിനോട് കൊടുക്കുന്ന വാഗ്ദത്തം. ഏൽ റോയ് എന്ന് പറയുന്ന ആ കിണറിന്റെ സൈഡില്, ഏൽ റോയ് എന്ന പദത്തിന് അർത്ഥം മുമ്പേ പാസ്റ്റർ പറഞ്ഞ പോലെ എന്നെ കാണുന്നവന്റെ കിണറെന്ന, ദൈവം എന്നെ കണ്ടു എന്ന് ഹാഗാർ പറയുക. ഹാഗാറിനോട് പറയുകയാണ്, നീ ഗർഭിണിയല്ലോ, നീ ഒരു മകനെ പ്രസവിക്കും. യഹോവ നിന്റെ സങ്കടം കേൾക്കൊണ്ട് അവൻ ഇസ്മായേൽ എന്ന് പേർ വിളിക്കണം. അവൻ കാട്ടുകഴുതയെ പോലുള്ള മനുഷ്യനായിരിക്കും. അവന്റെ കൈ എല്ലാവർക്കും വിരോധമായിരിക്കും. ഇത് എത്ര വർഷങ്ങൾക്ക് മുമ്പ് ചെയ്ത പ്രവചനോ പാസ്റ്ററെ? 3500 അല്ലെ? 3500 അതിനും പിന്നിൽ BC 2000-കളിൽ നടന്ന പ്രവചനമാണ്. 4000 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന പ്രവചനമാ. അവന്റെ കൈ എല്ലാവർക്കും എതിരായിരിക്കും, ഇസ്മായിലിന്റെ കൈ എല്ലാവർക്കും എതിരായിരിക്കും എന്നുള്ള പ്രവചനം. അതാ ഇന്ന് ചരിത്രത്തിൽ സംഭവിക്കുന്നത്. ഇസ്രായേലിന് മാത്രമല്ല ഇസ്മായിലിന്റെ കൈ എതിരായിരിക്കുന്നത്. ഒരു കാട്ടുകഴുതയെ പോലെ ഒരു മനുഷ്യൻ, അവന്റെ സന്തതികൾ എല്ലാത്തിനും എതിരായിരിക്കും. സത്യമല്ലേ അത്? എല്ലാത്തിനും എതിരാണ്. പിന്നീട് ചരിത്രത്തിൽ പിന്നീട് പുതിയ മതങ്ങളൊക്കെ ഉണ്ടായപ്പോൾ ആ എതിർപ്പിന്റെ പ്രകടനം കൂടി എന്നുള്ളത്. അല്ലാതെ അവരല്ല പ്രശ്നം. അതിനൊക്കെ മുമ്പേ ഈ പറഞ്ഞ മിസ്രൈമിൽ നിന്ന് ഉണ്ടായ ആ ഒരു അനുഭവം. ഇവിടെ ഇടയ്ക്കൊരു കാര്യം പറയണം പ്രശ്നം, കാരണം നമ്മുടെ പ്രേക്ഷകരെ ചോദിച്ചൊരു ചോദ്യമാണ്. നമ്മൾ ഇടയ്ക്കൊക്കെ പറഞ്ഞു അബ്രഹാമിന്റെ തെറ്റാണ് മിസ്രൈമിൽ പോയി ഹാഗാറിനെ കൊണ്ടുവന്നത് നമ്മൾ പറഞ്ഞു. ചിലർ വാദിക്കുവാൻ ഇടയായി തീർന്നു, അല്ലെങ്കിൽ കമന്റ് ഇടുവാൻ ഇടയായി തീർന്നു. അങ്ങനല്ല, അത് ദൈവത്തിന്റെ പദ്ധതിയുടെ ഭാഗമായിരുന്നു, അല്ലെങ്കിൽ ഈ ചരിത്രം ഇങ്ങനെ ഉണ്ടാകത്തില്ലല്ലോ എന്നൊക്കെ പറവാനിടയായി തീർന്നു. ഇവിടെയാണ് നമ്മൾ ഈ ദൈവത്തിന്റെ പ്രീ ഡെസ്റ്റിനേഷൻ, മുൻ നിർണയവും മുൻ അറിവും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കണം. പ്രീ ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞാൽ, മുൻ നിർണയം എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കണം, ദൈവം തീരുമാനിച്ചിരിക്കുക അതുപോലെ സംഭവിക്കുന്നു. അതായത് മിസ്രൈമിലേക്ക് അബ്രഹാം പോകണം, ഹാഗാറിനെ കൊണ്ടുവരണം, പ്രീ ഡെസ്റ്റിനേഷൻ. പക്ഷേ മുൻ നിർണയം എന്ന് പറയുന്നത് പോലെയല്ല മുൻ അറിവ്, ദൈവത്തിന്റെ നോളജ്. പ്രീ ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ദൈവം എല്ലാം അങ്ങ് തീരുമാനിച്ചു വെച്ചിരിക്കുക, ദൈവം തീരുമാനിച്ചതുപോലെ നടക്കത്തുള്ളൂ എന്നല്ല. ദൈവം നമുക്കെല്ലാം വിൽ പവർ തന്നിട്ടുണ്ട്. മനുഷ്യ സൃഷ്ടിയുടെ പ്രത്യേകത തിരഞ്ഞെടുക്കുവാനുള്ള സ്വാതന്ത്ര്യം, അവകാശം നൽകിയിട്ടുണ്ട്. അപ്പം നമ്മൾ തിരഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത്, ദൈവം മുൻ നിർണയിക്കുകയല്ല ചെയ്യുന്നത്, നമ്മൾ തിരഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ തന്നെ
ദൈവമായതുകൊണ്ട് ദൈവത്തിന് ഭാവി സംഭവിക്കുന്നതെല്ലാം അറിയാം. ദൈവത്തിനറിയാം പിന്നെ നാളെ എന്ത് ചെയ്യുന്നത്. ദൈവം ഡിസൈഡ് ചെയ്തത് കൊണ്ടല്ല, പിന്നെ അങ്ങനെ ചെയ്യുമെന്ന് ദൈവത്തിനറിയാം. അങ്ങനെ അറിയത്തില്ലെങ്കിൽ പിന്നെ ദൈവമല്ല. ദൈവം പറയുക എനിക്കത് അറിയത്തില്ല കേട്ടോ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ദൈവത്തിന്റെ ആ സർവജ്ഞാനത്തിന് പരിമിതിയുണ്ട്. അപ്പോൾ ഈ രണ്ട് വാക്കുകളുടെ അർത്ഥവ്യത്യാസം മനസ്സിലാക്കണം. പ്രീ ഡെസ്റ്റിനേഷൻ അതുപോലെ അല്ലെങ്കിൽ മുൻനിർണയം, മറുഭാഗത്ത് മുന്നറിവ്. മുൻനിർണയം എന്ന് പറഞ്ഞാൽ ഡിസൈഡഡാ, അതിനപ്പുറം നടക്കത്തില്ല. അബ്രഹാം എത്ര തലകുത്തി മറിഞ്ഞാലും അത് സംഭവിക്കും. പക്ഷേ മുന്നറിവെന്ന് പറഞ്ഞാൽ ദൈവത്തിനാണ്. ഈ മുന്നറിവിന്റെ ഒരു പഠനമാണ് ദൈവത്തിന് അറിയാം എന്ത് സംഭവിക്കുമെന്നുള്ളത്. അതുകൊണ്ട് തന്നെ എല്ലാ കാലഘട്ടത്തിലും അത് സംഭവിച്ചു കഴിയുമ്പോൾ ദൈവത്തിന്റെ ഒറിജിനൽ പ്ലാനിൽ നിന്ന് മനുഷ്യനെ തട്ടി മാറ്റാനുള്ള എന്തെങ്കിലും സംഭവിക്കുമെന്ന് അറിയാവുന്ന ദൈവം അതിൽ നിന്ന് മനുഷ്യനെ വിടുവിക്കാനുള്ള ഒരു പദ്ധതി മുൻനിർണയിച്ചു. അപ്പോൾ ദൈവത്തിന്റെ പ്രീ ഡെസ്റ്റിനേഷൻ ഡിസിഷൻ ഇവിടെ വരുന്നതെന്നറിയാമോ? തെറ്റിപ്പോയ അബ്രഹാമിനെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി ദൈവം ഒരുക്കിയ പദ്ധതിയിലാണ്. ഉദാഹരണം പറഞ്ഞാൽ അത് ഏദൻ തൊട്ടുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ ആദം വീഴുമെന്ന് ദൈവത്തിന് അറിയാം. ദൈവത്തിന്റെ മുന്നറിവ് ആദം വീഴുമെന്നുള്ളത് ദൈവത്തിന്റെ ഫോർ നോളജ് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. നേരത്തെ ദൈവത്തിന് അറിയാം. കാരണം ദൈവമാ, സർവജ്ഞാനിയാ. ദൈവത്തിന് അറിയാത്തൊരു കാര്യം. ഇനി വീണാൽ എന്ത് ചെയ്യും? വീഴുമ്പോൾ ദൈവം ഒരു കുഞ്ഞാടിനെ, ലോകസ്ഥാപനത്തിന് മുമ്പേ അറക്കപ്പെട്ട ഒരു കുഞ്ഞാട്, തന്റെ ഓമനകുമാരനെ ദൈവം മാറ്റിവെച്ചു. അത് പ്രീ ഡെസ്റ്റിനേഷനാണ്. ഇവിടെയാണ് നമ്മൾ ഈ പറഞ്ഞ എഫേസ്യ ലേഖനത്തിലൊക്കെ പറയുന്ന വാക്യങ്ങൾ, ലോകസ്ഥാപനത്തിന് മുമ്പേ എന്ന് പറയുന്ന വാക്യങ്ങൾ. ദൈവത്തിന്റെ പ്രീ ഡെസ്റ്റിനേഷൻ എന്താണ്, ദൈവത്തിന്റെ മുന്നറിവ് എന്താണെന്നുള്ള വ്യത്യാസം നമ്മുടെ പ്രേക്ഷകർ മനസ്സിലാക്കേണ്ടത്. അബ്രഹാമിന് അറിയാം, അല്ല ദൈവത്തിനറിയാം അബ്രഹാം മിസ്രൈമിലേക്ക് പോകും, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകും. അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ അടുത്തത് എന്തെന്ന് ദൈവം ഡിസൈഡ് ചെയ്തിട്ടുണ്ട്. കാരണം ദൈവത്തിന്റെ ഒറിജിനൽ പ്ലാനിനെ തകിടം മറിക്കാൻ ഒരു ശക്തിക്ക് പറ്റത്തില്ല. അപ്പൊ അതുകൊണ്ട് ദൈവം ഡിസൈഡ് ചെയ്തിട്ടുണ്ട് ഈ തെറ്റിപ്പോകുന്ന ഓരോ നാൽക്കവലകളിലും മനുഷ്യവർഗം ഏതൊക്കെ നാൽക്കവലകളിൽ തെറ്റായ വഴിയിലോട്ട് ടേൺ എടുത്തിട്ടുണ്ടോ അവിടെ നിന്ന് തിരിച്ചു കൊണ്ടുവരാനുള്ള പദ്ധതി ദൈവം പ്രീ ഡെസ്റ്റൈൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്റെ എക്സ്പ്ലനേഷനിലൂടെ നമ്മുടെ പ്രേക്ഷകർക്ക് അക്കാര്യം കുറച്ച് മനസ്സിലായെന്ന എനിക്ക് തോന്നുന്നത്. അപ്പോൾ വാക്യങ്ങൾ കുറച്ച് വായിക്കണമെന്ന് ഞാൻ പറഞ്ഞു പക്ഷേ ഇതിനകത്ത് വളരെ പ്രധാനപ്പെട്ട വാക്യമാണ് ഈ പറഞ്ഞ ഇസ്മായിലിനെ കുറിച്ചുള്ള ദൈവിക വാഗ്ദത്തങ്ങളുടെ വാക്യം. അവൻ തന്റെ സകല സഹോദരന്മാർക്കും എതിരെ പാർത്തു. ഇസ്മായിലിനെ കുറിച്ച് പറയുന്ന വചനം. അപ്പോൾ എപ്പോഴാണ് ഇത് തുടങ്ങിയത്? 4000 വർഷങ്ങൾക്ക് മുമ്പാണ് ഈ ഒരു വൈര്യം തുടങ്ങുന്നതെന്ന് ഈ വേദപുസ്തക ഭാഗം നമ്മളെ ഓർപ്പിക്കുന്നു. 4000 years മുമ്പ് ഹാഗാർ എന്ന് പറയുന്ന സ്ത്രീയുടെ മനസ്സിൽ വിതയ്ക്കപ്പെട്ട ചില സങ്കടങ്ങൾ, ആ സങ്കടങ്ങൾ പൊങ്കി വന്നിട്ട് അവൾ പേരിട്ടതിന് ഇസ്മായിലിന് എൻ്റെ സങ്കടത്തെ ദൈവം കണ്ടെന്ന്. ഈ പഴയ നിയമ ചരിത്രത്തിൽ മക്കൾക്ക് പേരിടുന്ന ഭാഗത്ത് ഈ സ്ത്രീകളുടെ ഹൃദയത്തിലെ ഇമോഷൻസ് നമുക്ക് കാണാം. ഉദാഹരണത്തിന് ലേയ ഇടുന്ന ഓരോ പേരും തൻ്റെ സഹോദരിക്കിട്ടൊരു കുത്ത. ദൈവം ഓർത്തടി, അല്ലെങ്കിൽ ദൈവം ഞാൻ ഇനിയും കർത്താവിനെ സ്തുതിക്കുപിടി. അപ്പം ചിലർ സാക്ഷ്യം പറഞ്ഞ പോലെ എന്റെ സാക്ഷ്യം ദൈവത്തോടല്ല, അടുത്തിരിക്കുന്ന ആൾക്ക് കുത്തെന്ന് പറയുന്നതല്ലേ. ഈ ഇസ്മായിലിന്റെ പേര് പോലും ഉണ്ടല്ലോ. ഇസ്മായിലിന്റെ പേരിട്ടത് ദൈവമല്ല, ഇസ്മായിലിന്റെ പേരിട്ടത് അബ്രഹാം അല്ല, ഇസ്മായിലിന്റെ പേരിട്ടത് ഹാഗാറാണ്. എന്താ ഇവിടെ പറയുന്നത്? അവൻ ഇസ്മായിൽ എന്ന് എന്തുകൊണ്ട് പേര് വിളിക്കണം? നിന്റെ അകത്തൊരു സങ്കടം കിടപ്പുണ്ട്. അപ്പൊ ആ സങ്കടമാണ് ശരിക്കും പിന്നെ ചരിത്രത്തെ മാറ്റുന്നത്. അടുത്ത അധ്യായങ്ങളില് നമ്മൾ കാണുന്നത് 21-ാം അധ്യായത്തിൽ ഇസ്മായിലിനെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ട് കഴിയുമ്പോൾ അവിടെ ഹാഗാർ എന്ന സിംഗിൾ മദറിനെ നമുക്ക് കാണാം. ഇന്നത്തെ ഒരു കൺസെപ്റ്റ് ആണല്ലോ സിംഗിൾ മദർ കൺസെപ്റ്റ്. ഈ വേദോസത്തിലെ പല ഭാഗങ്ങൾ മുമ്പേ പാസ്റ്റർ പറഞ്ഞപ്പം ഒരു ദാസിയെ കൊടുക്കാമായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് എൻ്റെ മനസ്സിൽ വന്നൊരു ചിന്ത, ആധുനിക കാലത്തെ സറോഗസിയെ ന്യായീകരിക്കാൻ പറ്റുമോ എന്നുണ്ട്. കാരണം അന്ന് ദാസിയെ കൊടുക്കുമായിരുന്നു, ഇന്ന് ഒരു ഊമ്പ് കടമെടുക്കാൻ അല്ലേ ഇന്നത്തെ കാലത്ത് സറോഗസി എന്ന് പറയത്തില്ല. അപ്പൊ ഈ വചനങ്ങളൊക്കെ വെച്ച് സറോഗസിയെ ന്യായീകരിക്കാൻ പറ്റുമോ എന്നൊരു ചിന്ത എൻ്റെ മനസ്സിൽ വന്നു. ഇവിടെ ഒരു സിംഗിൾ മദറിനെ നമ്മൾ കാണുന്നു. ഉൽപ്പത്തിയുടെ പുസ്തകം 21-ാം അധ്യായത്തിൽ കാണുന്നത് ദൈവം ബാലനോട് കൂടി ഉണ്ടായിരുന്നു. അവൻ മരുഭൂമിയിൽ പാർത്തു. മുതിർന്നപ്പോൾ
ഒരു വില്ലാളിയായി തീർന്നു. അവൻ പാരാൻ മരുഭൂമിയിൽ പാർത്തു. അവന്റെ അമ്മ മിസ്രൈം ദേശത്തു നിന്ന് അവനൊരു ഭാര്യയെ കൊണ്ടുവന്നു. അവന്റെ അമ്മ മിസ്രൈം ദേശത്തു നിന്ന് ഒരു ഭാര്യയെ കൊണ്ടുവന്നു. അബ്രഹാമിന്റെ മകൻ ഇസ്മായിൽ. അടുത്ത ചരിത്രത്തിൽ നമുക്കറിയാം, ഏശാവ് പുറത്തുപോയി വിവാഹം കഴിച്ചപ്പോൾ അമ്മ തന്നെ പറയുന്നു, പാടില്ല മകനെ. പക്ഷെ ഹാഗാർ അതല്ല പറയുന്നത്. ഹാഗാർ വാശിയോടുകൂടെ മിസ്രൈമിൽ നിന്ന് ഒരു മകളെ കൊണ്ടുവന്ന് തന്റെ മകന് കൊടുത്തിട്ട് അവന്റെ അകത്ത് എല്ലാവർക്കും എതിരായിട്ടൊരു വ്യക്തിത്വമായിട്ട് അവനെ വളർത്തിയെടുക്കുക ചെയ്യുന്നത്. കുറെ വാക്യങ്ങളുണ്ട് മാസ്റ്റർ. ഇന്ന് എനിക്ക് തോന്നുന്നു ആ വാക്യങ്ങളെല്ലാം വായിക്കാൻ പോയാൽ നമ്മുടെ ക്ലാസ് എങ്ങും എത്തുകയില്ല. പക്ഷെ എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഇസ്രായേൽ ഒരു രാഷ്ട്രമായി നിലനിൽക്കാതെ വണ്ണം കഴിഞ്ഞ ദീർഘ സഹസ്രാബ്ദങ്ങളായിട്ടുള്ള ശ്രമം ഉണ്ടായിട്ട് ഇന്നും ആ ദേശം നിലനിൽക്കുന്നു. ആ ദേശം മുൻപോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുന്നു. വേദപുസ്തകത്തിൽ ഇസ്മായിലിനെ കുറിച്ച് മാത്രമല്ല, ഏശാവിനെ കുറിച്ചുള്ള വാഗ്ദത്തങ്ങളുണ്ട്. ഏദോമിനെ കുറിച്ച്, ഏശാവ് തന്നെയാണ് ഏദോം എന്ന് പറഞ്ഞത്. ഈ ആവർത്തന പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ഏദോമിന്റെയോ ഇസ്മായിലിന്റെയോ ഒക്കെ ലാൻഡിന്റെ അതിരിലൂടെ പോകുമ്പോൾ ദൈവം കണിശമായിട്ട് പറഞ്ഞു, അതിലൊരു കാലടി ചവിട്ടാനുള്ള നിലം പോലും നിങ്ങൾക്ക് തരത്തില്ല. നിങ്ങൾ ആ ദേശത്ത് കയറരുത്. അവരോട് വെള്ളം പോലും വിലയ്ക്ക് വാങ്ങി കുടിക്കണം. എന്തുകൊണ്ട് ദൈവം അങ്ങനെ പറഞ്ഞത്? കാരണം ദൈവം ഇസ്മായിലിനും ഏദോമിനും ഈ പറഞ്ഞ രാജ്യങ്ങൾക്കൊക്കെ അവരുടെ ലാൻഡ് കൊടുത്തു. അപ്പോൾ ഇസ്രായേൽ മറ്റാരുടെയും പിടിച്ചെടുക്കുകയല്ല ചെയ്തതെന്ന് വേദപുസ്തക ചരിത്രം നമുക്ക് തെളിവ് തരികയാണ്. ഒറ്റ കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ പാസ്റ്റർക്ക് തരാം. അതായത് ഈ യാക്കോബ് അനുഗ്രഹം തട്ടി എടുത്ത ശേഷം ഏശാവ് വന്നിട്ട് ഇസ്ഹാക്കിനോട് കരഞ്ഞു വാങ്ങിക്കുന്ന ഒരു അനുഗ്രഹം. ആ അനുഗ്രഹം സത്യത്തിൽ ഇന്ന് ചരിത്രത്തിൽ നിറവേറിക്കൊണ്ടിരിക്കുന്ന ഒരു അനുഗ്രഹം. അവിടെ പറയുന്നത്, അപ്പ എനിക്ക് അനുഗ്രഹം ഒന്നും ഇല്ലയോ എന്ന് ചോദിക്കുമ്പോൾ അപ്പനായ ഇസ്ഹാക്ക് ഉത്തരമായിട്ട് അവനോട് പറഞ്ഞത്, നിന്റെ വാസം ഭൂമിയിലെ പുഷ്ടി കൂടാതെയും മീതെ ആകാശത്തിലെ മഞ്ഞു കൂടാതെയും ഇരിക്കും. നിന്റെ വാളുകൊണ്ട് നീ ഉപജീവിക്കും. അപ്പൊ ഈ പറഞ്ഞ ഇസ്മായിലിനുള്ള വാഗ്ദത്തം പോലെ ഏശാവിനുള്ള വാഗ്ദത്തത്തിൽ ഒരു വാളുണ്ട്. നിന്റെ വാളുകൊണ്ട് നീ ഉപജീവിക്കും. നിന്റെ സഹോദരനെ നീ സേവിക്കും. ഇത് ഭാവിയിലൊക്കെ സംഭവിക്കേണ്ട കാര്യങ്ങളാണ്. നിന്റെ കെട്ട് അഴിഞ്ഞു പോകുമ്പോൾ നീ അവന്റെ മുഖം കഴുത്തിൽ നിന്ന് ഉടഞ്ഞു കളയും. കുറെ കാര്യങ്ങൾ ഇതിനകത്ത് പഠിക്കാം. ഞാൻ ഇതിനകത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്റെ ചിന്തയ്ക്ക് വിഷയബോധിച്ചത് പറയാം. നിന്റെ വാസം ഭൂമിയിലെ പുഷ്ടി കൂടാതെയും മീതെ ആകാശത്തിലെ മഞ്ഞു കൂടാതെയും ഇരിക്കും എന്ന് പറഞ്ഞാൽ മഴയും മഞ്ഞും പെയ്തിട്ടല്ല ഏശാവെ നീ ജീവിക്കാൻ പോകും. നമുക്കറിയാമല്ലോ, ഇന്ന് ഈ പാലസ്തീന്റെ പല ഭാഗങ്ങളിലെയും ഏറ്റവും വലിയ റിസോഴ്സ് എന്ന് പറഞ്ഞാൽ ഓയിൽ. ആകാശത്തുനിന്ന് മഞ്ഞ് പെയ്യണ്ട, മഴ പെയ്യണ്ട, വിത്ത് വിതയ്ക്കണ്ട. അന്ന് ഇസ്ഹാക്ക് പറഞ്ഞ ബ്ലെസ്സിംഗ് ലിറ്ററലി ഇന്നാണ് അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ആകാശത്തിലെ മഞ്ഞ് കൂടാതെ, പുഷ്ടി കൂടാതെ, എന്താ പറയുന്നത്, മഴ കൂടാതുള്ള അനുഗ്രഹം ഇന്ന് അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുക. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ പാസ്റ്റർക്ക് കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. ഇന്ന് സമയങ്ങൾ കുറവായതുകൊണ്ട് പറഞ്ഞതിനോടൊപ്പം അല്പം കൂടെ പാസ്റ്റർ ഒന്ന് ജോയിൻ ചെയ്തിട്ട്. ശരി പാസ്റ്റർ ഒരു കാര്യം പറഞ്ഞു തുടങ്ങിയത്, ദൈവത്തിന്റെ മുൻ നിർണയമുണ്ട്, മുൻ അറിവുണ്ട്. ഇത് രണ്ട് കാര്യങ്ങളെ കുറിച്ച് ദൈവദാസൻ പറഞ്ഞു. എല്ലാ ദൈവമക്കളും ഇത് മനസ്സിലാക്കണം. അതിന്റെ കൂട്ടത്തിൽ ഞാൻ മറ്റൊരു വേർഡും കൂടെ ആഡ് ചെയ്യാം. ദൈവത്തിന്റെ പെർഫെക്റ്റ് പ്ലാൻ ഉണ്ട്. രണ്ട്, ദൈവത്തിന്റെ പെർമിസീവ് വില്ലുണ്ട്. അപ്പൊ അബ്രഹാമിനെ കുറിച്ച് ദൈവത്തിന്റെ പെർഫെക്റ്റ് പ്ലാനുകൾ ഉണ്ടെങ്കിൽ പോലും അബ്രഹാമിന്റെ ചിന്തകളിൽ കൂടെ ഡീവിയേറ്റ് ആയിട്ടുണ്ട്, ജഡപ്രകാരമുള്ള ചിന്തയിൽ. പക്ഷെ ബൈബിളിലെ ഒരു കാര്യം, വീൽ പവർ. എന്തിനെ തെരഞ്ഞെടുക്കുമോ അതിന്റെ കോൺസിക്വൻസ് ഉണ്ട്, അതിന്റെ ഇപ്പം ജീവൻ തെരഞ്ഞെടുത്താൽ, നന്മ തെരഞ്ഞെടുത്താൽ അതിന്റെ നന്മയും അനുഗ്രഹവും ബ്ലെസ്സിങ്ങും കോൺസിക്വൻസ് ഉണ്ട്, അല്ലെങ്കിൽ അതിന്റെ അനുഗ്രഹമുണ്ട്. മരണം തെരഞ്ഞെടുത്താൽ, ജഡപ്രകാരമുള്ള ചിന്ത തെരഞ്ഞെടുത്താൽ അതെന്നും നമ്മുടെ ലൈഫിൽ ഒരു മുള്ളായി തീരുമെന്ന ബൈബിളിൽ പറഞ്ഞേക്കുന്നത്. ഇതുപോലെ അബ്രഹാമിന്റെ ലൈഫിലും ഒരു തീരുമാനത്തിനകത്ത് ദൈവപദ്ധതി അല്പം വ്യതിചലിച്ചു. അതുകൊണ്ട് ഇസ്മായിൽ വന്നത് ദൈവത്തിന്റെ അറിവോടുകൂടെയാണോ? അറിയാം, ദൈവത്തിന്റെ എല്ലാ അറിവോടുകൂടിയാണ് സംഭവിക്കുന്നത്. പക്ഷെ ഇത് അബ്രഹാമിന്റെ അല്പം ഡിസിഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകുന്നതായിരിക്കാം. നമുക്ക് ബൈബിളിൽ പലയിടത്തും കാണാം ഡിസിഷൻ മാറിപ്പോയി, ദൈവം അത് അനുവദിച്ചു കൊടുത്തു. ഇനി
ദൈവത്തിന്റെ പെർഫെക്റ്റ് പ്ലാൻ. ഇപ്പൊ ജീവവൃക്ഷത്തിന്റെ ഫലത്തെ കുറിച്ച് ആൾക്കാർക്ക് ഒരുപക്ഷെ അനേകർ ചോദിക്കുന്ന ചോദ്യമുണ്ട്. ദൈവത്തിന് ആദാമിനെ ഹവ്വായെ ഏദൻ തോട്ടത്തിൽ കൊണ്ടുപോയി ആക്കുമ്പോ അറിയത്തില്ലായിരുന്നോ ഇവര് പാപം ചെയ്യുമെന്ന്? തീർച്ചയായിട്ടും അറിയാം. കാരണം അവര് മണ്ണിന്റെ സ്വഭാവം ഉള്ളവരാണെന്നറിയാം, ജഡത്തിന്റെ സ്വഭാവം ഉള്ളവരാണെന്നറിയാം. പരിശുദ്ധാത്മാവ് അവരുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ പോലും മണ്ണ്, അവരുടെ യഥാർത്ഥത്തിലുള്ള കേസ് കൂടും മണ്ണ്, എന്നും മണ്ണിന്റെ നേച്ചർ വരാം. പക്ഷേ ദൈവത്തിന് ഇതെല്ലാം അറിയാമായിരുന്നെങ്കിൽ പോലും അനേകരുടെ ചോദ്യം, പിന്നെ എന്തിനാ ദൈവം അവിടെ ജീവവൃക്ഷം, നന്മതിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷഫലം ഇത് നട്ടത് എന്തിനാ എന്നുള്ളതിന്റെ ആൻസർ ദൈവവചനത്തിൽ വെളിപ്പാട് പുസ്തകം പഠിക്കുമ്പോൾ അല്ലെങ്കിൽ ദൈവവചനം പഠിക്കുമ്പോൾ കാണാം. ബൈബിൾ എപ്പോഴും ദൈവത്തിന്റെ പ്രത്യേകത, ജയിക്കുന്നവനെ ചിലത് ദൈവം കൊടുക്കത്തുള്ളൂ. അപ്പൊ ആ ഒരു നന്മതിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിന്റെ ഫലം ദൈവം ഒരു പർട്ടിക്കുലർ സമയം അവർ കഴിക്കാതെ ദൈവം പറഞ്ഞ വാക്ക് അനുസരിച്ചായിരുന്നെങ്കിൽ ജയിച്ചു കഴിയുമ്പോൾ ദൈവം വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നുണ്ട്, ജയിക്കുന്നവന് ജീവവൃക്ഷത്തിന്റെ ഫലം തിന്മാൻ കൊടുക്കും. അപ്പൊ ജയിക്കുന്നവർക്കുള്ളതാണ്. ഇപ്പൊ മനുഷ്യൻ തെറ്റിപ്പോയെങ്കിൽ പോലും ദൈവത്തിന് അത് അറിയാമെങ്കിൽ പോലും ജയത്തിൽ കൂടെ ജയിക്കുന്നവനാണ് ദൈവത്തിന്റെ കൂടെ വാഴാനും കിരീടത്തിനും ഓരോ കാര്യത്തിനും അവകാശിയാകത്തുള്ളൂ. ഇനി മറ്റൊരു ഭാഗം പാസ്റ്റർ പറഞ്ഞ, അതിനോട് ഞാൻ ഒരു കാര്യം കൂടെ ഒന്ന് ആഡ് ചെയ്യട്ടെ. പാസ്റ്റർ പ്രത്യേകിച്ച് 83 സങ്കീർത്തനം പറഞ്ഞത് അത് ഭയങ്കര, ഇന്നത്തെ ഈ യുദ്ധവുമായിട്ടും ഇന്നത്തെ ഇസ്രയേലിനോടുള്ള കാര്യത്തിൽ ഭയങ്കര ആക്യുറസിയാണ്. ഇസ്രയേലിനെ മുടിച്ചു കളയുക എന്നുള്ളത് യഥാർത്ഥത്തിൽ ഇതൊരു പൈശാചിക പദ്ധതിയാണ്. കാരണം മശിക വരുന്നത് അവിടുന്ന്, മശിക വന്നത് അവിടുന്ന്. ഇനിയും ജെറുസലേം ക്യാപിറ്റലായി, ലോകത്തിന്റെ തലസ്ഥാനമായി മഹാരാജാവ് വരുന്നതും ഭരിക്കുന്നതും എല്ലാം യെരുശലേമുമായിട്ട് ബന്ധപ്പെട്ട, യെരുശലേം മഹാരാജാവിന്റെ നഗരമായിട്ടാണ്. അത് വരാതിരിക്കാൻ, എന്നേക്കുമായിട്ട് യെരുശലേമിനെ മുടിച്ചു കളയാൻ എല്ലാ പദ്ധതികളും ശത്രു, നമ്മൾ പറയുന്ന വേർഡ്, നമുക്കിന്ന് ജഡരക്തങ്ങളോട് ഒരു പോരാട്ടവും ഇല്ല. ശത്രു പല മനുഷ്യരെ ഉപയോഗിക്കാറുണ്ട്. പണ്ടത്തെ കാലത്ത് എസ്തേറിന്റെ പുസ്തകത്തിൽ ഒരു ഹാമാനെ കാണാം, കണക്ക് കൂട്ടി ആലോചിച്ച് യെരുശലേമിനെ മുടിച്ചു കളയാൻ. പക്ഷെ ഇന്ന് ഒരക്ഷരത്തിന്റെ വ്യത്യാസമേ ഉള്ളൂ. ഇന്ന് ഹാമാനല്ല, ഹമാസ് ശത്രുവിന്റെ കൈകളിലെ, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഓർഗനൈസേഷൻ, ടെറർ കരുവായി തീർന്നു. അന്ന് അവര് കണക്ക് കൂട്ടിയത് വലിയ പരാജയമായി പോയെങ്കിൽ, എസ്തേറിന്റെ കാലത്ത് തൂരീം എന്ന ചീട്ടിട്ട് വലിയ കണക്ക് കൂട്ടി പരാജയമായി പോയത് ഉത്സവമാക്കി ദൈവം മാറ്റിയതെങ്കിൽ, ഇന്നത്തെ കാലത്ത് കാരണം ദൈവം സകലത്തിന്റെ നീതിയും നിയന്ത്രിക്കുന്ന നിയന്ത്രിതാവാണ്. അപ്പം ഇത് നമുക്ക് കാണാം. ഈ എനിമിറ്റി ഇന്ന് തൊട്ട് തുടങ്ങിയതല്ല. ഈ എനിമിറ്റി അബ്രഹാമിന്റെ കാലം തൊട്ട്, അതും അബ്രഹാമിനോടും ഉള്ളതല്ല, ദൈവത്തിന്റെ പദ്ധതിയോടുള്ള ഒരു എനിമിറ്റിയാണ്. പക്ഷെ ഈ യുദ്ധം ദൈവമാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ബൈബിളിൽ എല്ലായിടത്തും പറയുന്നത് യുദ്ധം യഹോവയ്ക്കുള്ളതാണ്. ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കപ്പെട്ടാൽ മതി. ദൈവം യുദ്ധം യഹോവയ്ക്കുള്ള. ഈ ഇസഹാക്കിന്റെ കൂടെ ഒരു ഇസ്മായിൽ, അല്ലെങ്കിൽ ഇസ്മായിൽ എന്ന് പറയുന്നത് ജഡപ്രകാരമുള്ള സന്തതി, ഇസഹാക്കിന്റെ കൂടെ ഇസ്മായിൽ ഉള്ളതുപോലെ നമുക്ക് മുന്നോട്ടും കാണാം. യാക്കോബും ഏശാവിനെയും കാണും. അവിടെയും കാണാം ആ വാക്തത്വമുള്ളതും ജഡപ്രകാരമുള്ളതും. ഇത് രണ്ടും എല്ലാം സംഭവിക്കുമ്പോൾ നോക്കണം, പിശാചിന്റെ കരങ്ങളിൽ ഓരോ തലമുറയിൽ ഓരോരുത്തർ കരുക്കളാകാറുണ്ട്. അപ്പൊ ഈ തലമുറയിൽ ദൈവത്തിന്റെ വചനത്തിനനുസരിച്ച് നമ്മളെ തന്നെ അലൈൻ ചെയ്യണം. നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കണം. ദൈവവചനം എങ്ങനെയാ വരുന്നത്? എന്റെ ഇഷ്ടം അനുസരിച്ച് എനിക്ക് ദൈവവചനത്തെ ലൈനിൽ കൊണ്ടുവരാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ ദൈവവചനത്തെ എന്റെ ഇഷ്ടം അനുസരിച്ച് വളച്ചൊടിച്ച് നേരെയാക്കി അങ്ങനെ പറ്റത്തില്ല. ദൈവവചനം എങ്ങനെയാണോ അതിനനുസരിച്ച് ഞാൻ അലൈനായെങ്കിലേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് എപ്പോഴും ഇന്ന് നടക്കുന്ന യുദ്ധത്തിനകത്തും ഡേറ്റുകളും ചരിത്രങ്ങളും ഒക്കെ നമ്മൾ ഓരോ കാര്യങ്ങൾ കണ്ട് മുൻപോട്ട് പോകാം. പക്ഷെ ഇത് ദൈവത്തിനെതിരെ, വാക്തത്വത്തിനെതിരെ, അല്ലെങ്കിൽ നാളുകളിൽ മഹാരാജാവിന്റെ നഗരമാകാനുള്ള കാലം ഏറ്റവും അടുത്തിരിക്കുക, അതിനെതിരെ ഉള്ളതാണ്. പക്ഷെ ഈ യുദ്ധം ഒരിക്കലും ദൈവം തെരഞ്ഞെടുത്ത ജനത്തെ ജയിക്കത്തില്ല. ഇവർ 1948 ഇവർക്ക് ബോംബും, അല്ലെങ്കിൽ അതിനുശേഷമായി ഇവർക്ക് മിസൈലും ബോംബും വെപ്പണും ലോകത്തിന്റെ നെറുകയിൽ വന്നെന്നൊക്കെ നമ്മൾ പഠിക്കുന്നത്. എന്നാൽ അത് തെറ്റാണ്. ഇത് ഇവരെ ദൈവം നെറുകയിൽ കൊണ്ട് അടിമത്തത്തിൽ നിന്നുകൊണ്ട് നടത്തിക്കൊണ്ടുവന്ന് സകലത്തെ ജയിച്ച് വാക്തത്വത്തെ ചെല്ലുമ്പോൾ 42 വർഷം കഴിയുമ്പോഴേ ഇവരെ ദൈവം ഉന്നതങ്ങളിലാക്കി. ഒരിക്കലും ആർക്ക് ചെയ്യാൻ പറ്റാത്തതാണ്. കാരണം ഒരു രാജ്യം എസ്റ്റാബ്ലിഷ് ആയി വരണമെങ്കിൽ എത്ര റിസർച്ച് നടത്തണം. പണ്ട് നമ്മൾ കണ്ടതുപോലെ ഒരു രാജ്യത്തിന്റെ ഫെർട്ടിലിറ്റി 70 പേരിൽ നിന്ന് 30 ലക്ഷം ആകണമെങ്കിൽ ഇതൊന്നും ചില്ലറ കാര്യമല്ല. ദൈവത്തിന്റെ കരമില്ലാതെ പറ്റത്തില്ല. അതുപോലെ
മരുഭൂമിയിൽ കൂടെ മന്ന തിന്ന് നടന്നവർ വാഗ്ദത്ത ദേശത്ത് എത്തുമ്പോഴത്തേന് ടോപ്പായെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് എന്തോ പറ്റും? അതിന്റെ യഥാർത്ഥത്തിലൊരു വേർഡ് എന്റെ ഉള്ളിൽ ദൈവം തന്നത്, ഇവരെ നടത്തിയത് സൈന്യങ്ങളുടെ ദൈവമാണ്. സൈന്യങ്ങളുടെ ദൈവം ഒരാളെ നടത്തിയാൽ, അത്യുന്നതന്റെ സാന്നിധ്യം ഒരു സഭയുടെ മേലോ ഒരു വ്യക്തിയുടെ മേലോ നിഴലിട്ടാൽ അവൻ ഒരിക്കലും സാധാരണക്കാരനാകത്തില്ല. അവൻ സൈന്യമായി തന്നെ തീരും. നമ്മുടെ പ്രേക്ഷകരെല്ലാം മനസ്സിലാക്കണം, ഇന്നും നമ്മൾ അത്യുന്നതന്റെ മറവിൽ വസിച്ചാൽ ഇസ്രയേലിനെ ദൈവം എങ്ങനെ പണിത് ഉയർത്തിയോ അതുപോലെ നമ്മെയും അവൻ ഉയർത്താൻ വിശ്വസ്തനാണ്. കർത്താവിന്റെ ചിറകിന്റെ കീഴ് അടുക്ക വന്നാൽ വശത്തും വലതുവശത്തും ഇടതുവശത്തും അത് എത്ര വീണാലും, 1000 വീണാലും 10,000 വീണാലും എന്തൊക്കെ വന്നാലും ദൈവത്തിന്റെ വാഗ്ദത്തം ഉള്ളവനെ ഞാൻ അവനെ വിടുവിച്ച് മഹത്വപ്പെടുത്തും, ഞാൻ അവനെ ദീർഘായുസ് കൊണ്ട് തൃപ്തി വരുത്തും, എന്റെ രക്ഷയെ അവനെ കാണിച്ചു കൊടുക്കുമെന്ന്. അപ്പൊ ഇസ്രായേൽ എന്ന് പറഞ്ഞ ഈ ഒരു ജാതിയുടെ ഇവരോടുള്ള പോരാട്ടം ഇന്ന് നടക്കുന്നതല്ല. ഇത് ദൈവത്തോടുള്ള ശത്രുത നിമിത്തം പിശാച്, സാത്താൻ, ഇരുട്ടിന്റെ ശക്തി പലതിനെയും കരുവാക്കി തീർക്കുന്നതാണ് എന്നുള്ളതാണ് എന്റെ സ്ട്രോങ് ആയിട്ടുള്ള അഭിപ്രായം. ഈ രാജ്യങ്ങളൊക്കെ പിശാചിന്റെ കയ്യിൽ ഒരു ടൂളാണ്, ആയുധമാണ്. അത്രമേ ഉള്ളൂ അതിന്റെ ഒരു കൺക്ലൂഷൻ എന്ന് പറയുന്നത്. 83-ാം സങ്കീർത്തനത്തിന്റെ അവസാന ഭാഗങ്ങളിൽ പാസ്റ്റർ പറഞ്ഞ കാര്യം പറയുന്നുണ്ട്, യുദ്ധം ചെയ്യേണ്ടത് കർത്താവാണ്. ഇസ്രായേലിന്റെ അന്നും ഇന്നുമുള്ള പ്രാർത്ഥന, ദൈവമേ ഞങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യണം. അതുകൊണ്ട് തന്നെ ഈ യുദ്ധങ്ങളുടെ ഒരു ഫൈനൽ റിസൾട്ട് എന്താകുമെന്നുള്ളൊരു പ്രവചനവും 83-ാം സങ്കീർത്തനത്തിൽ, ഈ പറയുന്ന യുദ്ധങ്ങളുടെ ഒക്കെ ഒരു ഫൈനൽ റിസൾട്ട് അവിടെ അതിന്റെ 13-ാം വാക്യം മുതൽ, എന്റെ ദൈവമേ അവരെ കാറ്റത്തെ പൊടി പോലെയും കാറ്റത്ത് പറന്ന പത്ര പോലെയും ആക്കണമേ എന്നൊക്കെ പ്രാർത്ഥിച്ചിട്ട് യഹോവ യുദ്ധം ചെയ്യണമേ എന്നുള്ള ഒരു പ്രാർത്ഥന നടത്തിയിട്ട് 16-ാം വാക്യത്തിൽ പറയുന്നത്, യഹോവേ അവർ തിരുനാമത്തെ അന്വേഷിക്കേണ്ടതിന് നീ അവരുടെ മുഖത്തെ ലജ്ജാപൂർണമാക്കണം. ഈ യുദ്ധങ്ങളുടെ അവസാനം എന്താ? അവർ തിരുനാമത്തെ അന്വേഷിക്കും. ജീവനുള്ള ദൈവം ആരെന്ന് ലോകം മുഴുവൻ വെളിപ്പെടാനുള്ള യുദ്ധങ്ങളായി ഈ യുദ്ധങ്ങൾ മാറും. അടുത്ത വാക്യം, അങ്ങനെ അവർ യഹോവ എന്ന നാമമുള്ള നീ മാത്രം സർവഭൂമിക്കും മീതെ അത്യുന്നതൻ എന്ന് അറിയും. സോ ഇവിടെ ദൈവത്തിന്റെ സവർജിനിറ്റി, ദൈവത്തിന്റെ പരമാധികാരം, ദൈവം ആരാന്നുള്ളത് തെളിയിക്കപ്പെടാനാണ് ഈ യുദ്ധങ്ങളെല്ലാം കാരണമായി തീരുന്നത് എന്ന് 83-ാം സങ്കീർത്തനം പ്രവചിച്ച് നിർത്തിയിരിക്കുകയാണ്. ആ പ്രവചനം നാം വിദൂരമല്ലാത്ത ഭാവിയിൽ നിറവേറുന്നത് കാണും. ഇസ്രായേൽ എന്ന രാഷ്ട്രത്തിന്റെ പിന്നിലുള്ള ശക്തി അവരുടെ ആറ്റം ബോംബോ അവരുടെ ബുദ്ധിയോ അല്ല. പാസ്റ്റർ പറഞ്ഞതുപോലെ സൈന്യങ്ങളുടെ യഹോവ, സേനാവോക്ക യഹോവ, ദ ലോർഡ് ഓഫ് ഹോസ്റ്റസ് അവനാണെന്നുള്ളത് നമ്മൾ കാണും. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ. അടുത്ത വീക്കിൽ പിന്നെയും നമ്മൾ ഈ ക്ലാസ് കണ്ടിന്യൂ ചെയ്യും. ചരിത്രം തീർന്നിട്ടില്ല, ചരിത്രം തുടരുകയാണ്. ഗോഡ് ബ്ലസ് യു ഓൾ. ഹാവ് എ വണ്ടർഫുൾ ടൈം.